നമ്മളൊക്കെ കൗതുകം കൊണ്ട ഒരു വാർത്തയായിരുന്നു. മലപ്പുറം കരുവാരക്കുണ്ടിൽ ഒരാൾ കടുവയെ കണ്ടു. അപ്പോൾ കടുവ ആക്രമിച്ചൊന്നുമില്ല, അതുകൊണ്ട് നിർത്തി ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോഴേ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നിയിരുന്നു. പക്ഷെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആ ചിത്രങ്ങളൊക്കെ സംപ്രേഷണം ചെയ്തു. പക്ഷേ ആ കള്ളപ്രചരണമായിരുന്നു അതെന്ന് ഇന്നലെ വൈകിട്ടോടെ വ്യക്തമായി. അങ്ങനെ കള്ളപ്രചാരണം നടത്തുന്നവരുടെയൊക്കെ ഒരു ശ്രദ്ധയ്ക്കാണ് അദ്ദേഹം ഇപ്പോൾ അറസ്റ്റിലാണ്. വനം വകുപ്പിന്റെ പരാതിയിലാണ് കരുവാരക്കുണ്ട് സ്വദേശി ജെറിൻ അറസ്റ്റിലായത്. കള്ളം പറഞ്ഞതാണെന്ന് ഇന്നലെ ജെറിൻ വനം വകുപ്പിനോട് സമ്മതിക്കുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഈ ആദ്യം തന്നെ ഈ വാർത്ത വന്ന സമയത്ത് തമാശ മട്ടിൽ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, കടുവ കണ്ടു, കടുവ ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നു എന്ന് പറയുന്നു എന്ന ഒരു കൗതുകം ആ വാർത്തയുമായി ബന്ധപ്പെട്ട് അപ്പം തന്നെ നമ്മളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വെറുതെ ഒരു കൗതുകം പടർത്തുകയൊന്നും അല്ല ചെയ്തത്. ആ വീഡിയോ, കുറ്റസമ്മത വീഡിയോ ആണ് ഏറ്റവും രസം. ഞാൻ വെറുതെ അങ്ങ് എഡിറ്റ് ചെയ്തു, ഞാൻ സ്റ്റാറ്റസ് ഇട്ടു, ആളുകളൊക്കെ എടുത്തു എന്ന് ചോദിക്കുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ മാധ്യമങ്ങൾക്ക് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇത് ഈ തരത്തിൽ തമാശയായി കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഉള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അല്ലേ? ശ്രീജ, ഗുഡ് മോർണിംഗ്. സത്യത്തിൽ ഇന്നലെ നമ്മളൊരു തെറ്റായ ഒരു ദൃശ്യം അത് വിശ്വസിച്ച് വാർത്തയിൽ കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. അതിന് റിപ്പോർട്ടർ എന്ന നിലയിൽ ആദ്യം ക്ഷമ പറയുകയാണ് വേണ്ടത്. കാരണം ചില ഘട്ടങ്ങളിൽ ചിലതെല്ലാം കയ്യിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ കഴിയില്ല ഈ ഒരു സാമൂഹ്യ മാധ്യമങ്ങളുടെ നിയന്ത്രണങ്ങൾ കൂടുതലുള്ള കാലത്ത് എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് നമ്മുടെ കൃത്യമായ അന്വേഷണം തന്നെയാണ് അത് കള്ളമാണെന്ന വിവരത്തിലേക്ക് എത്തുകയും ചെയ്തത്. കാരണം ഇന്നലെ ഈ വാർത്ത വന്നപ്പോൾ തന്നെ നമ്മൾ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഇത് കൈമാറുകയും അവരുമായി പലവട്ടം സംസാരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അവർ തന്നെയാണ് ഇതിൻ്റെ ആധികാരികത നമ്മളോട് വ്യക്തമാക്കിയത്. അപ്പോൾ അതാണ് ആദ്യം നമുക്ക് പങ്കുവെക്കാനുള്ളത്. രണ്ടാമതായിട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ജെറിനെ നേരിൽ പോയി കാണുകയും അയാളോട് സംസാരിക്കുകയും നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. കൃത്യമായി ചോദിക്കുന്നു, DFO ധനിത്തിലാലിക്ക് ചോദിക്കുകയാണ്, ഇത് എവിടെ നിന്ന് എടുത്തതാണ്, നിങ്ങൾ യൂട്യൂബിൽ നിന്ന് എടുത്തതാണോ, നിങ്ങൾ ആർക്കെല്ലാം കൊടുത്തു, ആരാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതെല്ലാം ഒഴിഞ്ഞു മാറുന്ന മറ്റുള്ളൊരു സംസാരമായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വളരെ നിരുത്തരവാദപരമായിട്ട്. അതിനുശേഷം അയാൾ മാധ്യമങ്ങൾക്ക് സംസാരിച്ചതിൻ്റെ റെക്കോർഡിംഗ് വരെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇയാൾ തെറ്റ് ചെയ്തു, കള്ളം പറഞ്ഞു എന്ന കാര്യം തുറന്ന് സമ്മതിക്കുന്നത്. എന്നാണെങ്കിലും ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമുള്ളത് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി എന്നുള്ളതാണ്. തെറ്റായ വിവരങ്ങൾ സമൂഹത്തിൽ ഭീതി പടർത്തുന്ന വിധത്തിൽ പ്രചരിപ്പിച്ചതിന് കേരള പോലീസ് ആക്ട് പ്രകാരമാണ് ഇപ്പോൾ നിലവിൽ അയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിലാണ് ഈ ജെറിൻ ഇപ്പോഴുള്ളത്. ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യം വനംവകുപ്പിനുമായി ചേർന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. കാരണം ഏതെല്ലാം വകുപ്പുകൾ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന കാര്യത്തിൽ കുറെ കൂടി രണ്ട് വകുപ്പുകളും തമ്മിലൊരു ചേർന്ന ആലോചന നടത്തേണ്ടതുണ്ട്. ഇയാളുടെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരാൾക്ക് ഇത്തരത്തിലുള്ളൊരു തെറ്റ് ആവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള യുക്തമായ നടപടി അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവെക്കാനുള്ളത്. എന്നാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതിൻ്റെ വസ്തുതകൾ അത് പലപ്പോഴും എത്രമാത്രം ഉണ്ടെന്ന് അറിയാതെ എല്ലാവരും പങ്കുവെക്കുന്നതിൻ്റെ ഒരു അതുണ്ടാക്കുന്ന ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി കൂടി വെളിപ്പെടുത്തുന്നതായിരുന്നു ഇന്നലത്തെ സംഭവം എന്ന് പറയാതെ കഴിയില്ല. നമ്മളായാലും ഇനി അങ്ങോട്ട് കൂടുതൽ ജാഗ്രത പുലർത്തും. ഏത് ദൃശ്യങ്ങൾ വരുമ്പോഴും നമ്മളും ഒരു 2-3 തവണ ആലോചിച്ചിട്ടേ കൊടുക്കൂ എന്നുള്ളത് നമുക്കും നല്ലതാണ്. കാരണം നാടൊട്ടുക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സമയമാണ്. സ്വാഭാവികമായും ഇത്തരം ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ ഇതിൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ ഉദ്ദേശിച്ച ഒരാൾ ചെയ്യുമെന്ന് ഈ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ അനുമോദനും നമ്മൾ ഡെസ്കിലുള്ളവർ എന്ന നിലയ്ക്ക് നമുക്കും ഒക്കെ സംഭവിച്ചൊരു വീഴ്ച അതൊരു പക്ഷേ ഒരു ഫാക്ട് ചെക്ക് എടുത്തിരുന്നെങ്കിൽ, ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തിരുന്നെങ്കിൽ കണ്ടുപിടിക്കാമായിരുന്നു എന്നൊരു ആ തരത്തിലുള്ളൊരു കുറ്റസമ്മതം അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് നമുക്കും ഉണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തുന്നതിനും എന്തായാലും ഈ സംഭവം കാരണമാണ്. ഇന്നലെ ജെറിൻ വനം വകുപ്പിനോട് സംസാരിച്ച വാക്കുകൾ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. അത്രമാത്രം നിരുത്തരവാദപരമായി ഇങ്ങനെ ആളുകളിൽ ഭീതി പരത്തുന്ന ഒരു സംഭവം പ്രചരിപ്പിക്കുമ്പോഴും അദ്ദേഹം വളരെ അതെന്തോ ഒരു തമാശയാണെന്നാണ് വിചാരിച്ചത്. ജെറിന്റെ വാക്കുകളിലേക്ക്. വീഡിയോ ആണോ പലയിടത്തുനിന്നും നിങ്ങൾ ഏതെങ്കിലും സാധനത്തിൽ നിന്ന് എഡിറ്റ് ചെയ്ത് അവർക്ക് കൊടുത്താണ്? എന്ത് ചെയ്ത് കൊടുത്താണ് നിങ്ങൾ? കട്ട് ചെയ്തിട്ടെടുത്താണ്. അത് നിങ്ങൾ ഇവിടെ കണ്ട പുലിയെ കണ്ടു എന്നുള്ളത് നിങ്ങൾ പത്രക്കാർക്ക് നിങ്ങൾ കണ്ടു എന്നും നിങ്ങൾ കണ്ട് നിങ്ങളത് മാറിപ്പോയെന്നും പറഞ്ഞൊരു വീഡിയോ ഞാൻ പറയുന്നത് അല്ല, നിങ്ങൾ പത്രക്കാർക്ക് അധികം നിങ്ങൾ കൊടുത്ത വീഡിയോ ആണല്ലോ കണ്ടത് അല്ലെ? ജനങ്ങളെ ഞാനായിട്ട് വിളിച്ചു കൊടുത്തതല്ല സാർ, എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് വീഡിയോ
നിങ്ങൾ സ്റ്റാറ്റസ് കണ്ടിട്ട് സ്റ്റാറ്റസ് കണ്ടിട്ട് ഇവിടുത്തെ ഒരു ലോക്കൽ പത്രക്കാരൻ ഏജന്റാണ്, പത്ര ഏജന്റാണ്. പുള്ളി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇതെന്താ സംഭവം എന്ന്. അപ്പം യഥാർത്ഥത്തിൽ സംഭവം പുലി ഇവിടെ ഉണ്ട്, പുലി എന്റെ നായ്ക്കളെ ആക്രമിച്ചിട്ടുണ്ട്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഈ വീഡിയോ എന്നോട് ഇങ്ങനെ ചോദിച്ചെന്താ ഞാനിത് ന്യൂസിൽ കൊടുക്കട്ടെ, ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞതാണ് അവരോട്. അപ്പൊ നിങ്ങളിപ്പോ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് കടുവ വന്നു നിന്നു, നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്തു, നിങ്ങൾ വീഡിയോ എടുത്തു, അത് അയച്ചു, നിങ്ങൾ ഒന്ന് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ തന്നെയാണ് സാധനങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ? ഓഡിയോ ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പ് ഫോൺ വിളിക്കുന്ന സംഭാഷണങ്ങൾ അവർ റെക്കോർഡ് ചെയ്തതാണ്. ഓഡിയോ ക്ലിപ്പ് ഒന്ന് കാണിച്ചേ. അതെ അതെ, ഫോട്ടോ ക്ലിപ്പ് തന്നെയാണ്. ഓഡിയോ ക്ലിപ്പിൽ നിങ്ങൾ പറയുന്ന ശുദ്ധം നോണയല്ലേ? അല്ല, ഞാൻ പറഞ്ഞു ഈ പറയുന്നത് നിങ്ങൾ അവിടെ വന്നു, അത് നിങ്ങൾ നിൽക്കുക, ഞാൻ പറയട്ടെ, ഇത് അത് കഴിഞ്ഞിട്ട് മാറി കിടന്നു, രണ്ടാമത് വേറെ സ്ഥലത്ത് പോയിരുന്നു, അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ പറയുന്ന ഓഡിയോ ക്ലിപ്പിൽ? അപ്പൊ ശുദ്ധം നുണയാണ് നിങ്ങൾ ഓഡിയോ ക്ലിപ്പിലും പറയുന്നു അല്ലേ? പക്ഷേ അല്ല, ഞാൻ പറയുന്നത് ഓഡിയോ ക്ലിപ്പ് ഇത് കാണുന്നവരുടെ ശ്രദ്ധയിലേക്ക് കൂടിയാണ്. നിരുത്തരവാദപരമായി ഇത്തരം ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതൊക്കെ വളരെ കുറ്റകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ആ ദൃശ്യങ്ങൾ കണ്ട് അത് വാർത്തയാകുന്ന ഞങ്ങളുടെ ഭാഗത്തും വീഴ്ചയുണ്ട്. ആ വീഴ്ച ഞങ്ങളും അംഗീകരിക്കുന്നു. പക്ഷേ വളരെ ബോധപൂർവം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരം ശ്രമങ്ങൾ ചെയ്യുമ്പോൾ അത് അറസ്റ്റിലേക്കും നിയമ നടപടികളിലേക്കും വഴിവെക്കും എന്നതിൻ്റെ ഒരു ഉത്തമമായ ഉദാഹരണമാണ് ഇപ്പോൾ ജെറിന് സംഭവിച്ചത്.